Good morning all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പെക്ട്രൽ റെസൊല്യൂഷൻ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ ഓഫ് എ സെൻസർ ഈസ് എ മെഷർ ഓഫ് ഹൗ മെനി ഗ്രേ ലെവൽസ് ആർ മെഷേർഡ് ബിറ്റ്വീൻ പ്യുവർ ബ്ലാക്ക് ടു പ്യുവർ വൈറ്റ്. The radiometric resolution represents the sensitivity of sensor to the magnitude of electromagnetic energy. The finer the radiometric resolution of a sensor, the more sensitive it is to detecting small differences in reflected or emitted energy. Or in other words, we can say that the system can measure more number of gray levels. The radiometric resolution is measured in bits. അപ്പോൾ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ റിഫ്ലക്റ്റൻസ് എനർജി എത്ര കണ്ട് ഒരു സെൻസറിന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര ലെവല് റിഫ്ലക്റ്റൻസ് എനർജി അതിന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനാണ് എന്ത് പറയുന്നത്, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോ റിഫ്ലക്റ്റൻസ് വരാം, അല്ലെങ്കിൽ ഫുൾ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള കേസും വരാം. അപ്പോൾ ബ്ലാക്ക് ടു വൈറ്റ്, ഫുൾ റിഫ്ലക്റ്റഡ് എന്ന് പറഞ്ഞാൽ വൈറ്റാണ്, നോ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ കേസിലാണ് എന്ത് വരുന്നത്, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ വേരി ചെയ്യുന്നത്. ഇനി റേഡിയോമെട്രിക് റെസൊല്യൂഷൻ, ഫൈനർ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ we can detect the small difference in reflected or emitted energy difference, small energy difference വരെ എന്ത് ചെയ്യാൻ പറ്റും, സെൻസറിന് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സെൻസറിനാണ് നമ്മൾ എന്ത് പറയാം, ഫൈനർ റേഡിയോമെട്രിക് റെസൊല്യൂഷൻസ് ഉള്ള സെൻസർ എന്ന് പറയാം. ഇനി കോഴ്സറാണ് സെൻസറെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെറിയ ഡിഫറൻസ് ഒന്നും, ഈ എമിറ്റഡ് ഓർ റിഫ്ലക്റ്റഡ് എനർജീൻ്റെ ചെറിയ ഡിഫറൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി റേഡിയോമെട്രിക് റെസൊല്യൂഷൻ ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ബിറ്റ്സിലാണ്. നമ്മൾ സാധാരണ ഡാറ്റയൊക്കെ മെഷർ ചെയ്യുന്ന പോലെ തന്നെ ബിറ്റ്സ് ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ ഈസ് മെഷേർഡ്. ഇനി ഈച്ച് ബിറ്റ് റെക്കോർഡ് ആൻ എക്സ്പൊണൻ്റ് ഓഫ് ടു ലെവൽസ് ആണ്, എക്സ്പൊണൻ്റ് ഓഫ് 2 ലെവൽസ് ആണ്. ദാറ്റ് ഈസ് 2 1 ബിറ്റ് എന്ന് പറഞ്ഞാൽ 2^1 ആണ്, ദാറ്റ് ഈസ് 2. Maximum number of brightness levels are available depending upon the number of bits used in representing the recorded energy. 1 bit എന്ന് പറഞ്ഞാൽ 2 ലെവൽസ് ഉണ്ടാവും. 7 ബിറ്റ് എന്ന് പറഞ്ഞാൽ 128 2^7 ആണ്. 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ 2^8 ദാറ്റ് 256 ലെവൽസ് ഉണ്ടാവും. 11 ബിറ്റ് എന്ന് പറഞ്ഞാൽ 2^11 ദാറ്റ് ഈസ് 2048 ലെവൽസ്. അപ്പോൾ 7 ബിറ്റ് ഉപയോഗിക്കുന്ന IRS 1A 1B സെൻസേഴ്സാണ്. ഇൻസാറ്റിലെ TM ആണ് 8 ബിറ്റ് ഉപയോഗിക്കുന്നത്. നോവയിലെ ABHRR സെൻസറാണ് എന്ത് ഉപയോഗിക്കുന്നത്, 11 ബിറ്റ് റേഡിയോമെട്രിക് റെസൊല്യൂഷനിൽ പ്രവർത്തിക്കുന്നത്. ഇനി ഇമേജ് ഡാറ്റ ആർ ജനറലി ഡിസ്പ്ലേഡ് ഇൻ റേഞ്ച് ഓഫ് ഗ്രേ ടോൺസ് വിത്ത് ബ്ലാക്ക് റെപ്രസെൻറ്റിംഗ് ഡിജിറ്റൽ നമ്പർ 0, വൈറ്റ് റെപ്രസെൻറ്റിംഗ് ദി മാക്സിമം വാല്യൂ. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ 255 ഇൻ 8 ബിറ്റ് ഡാറ്റ. Finer radiometric resolution is more the number of gray levels that the system can record. അപ്പോൾ ഫൈനർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രേ ലെവൽസ്, ഏറ്റവും കൂടുതൽ ഗ്രേ ലെവൽസ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ റെക്കോർഡ് ആൻഡ് ഹാൻസ് മോർ ഡീറ്റെയിൽസ് ക്യാൻ ബി ക്യാപ്ചേർഡ് ഇൻ ദി ഇമേജ്. അപ്പോൾ ചെറിയ ഡിഫറൻസ്, എനർജി ഡിഫറൻസ് വരെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സെൻസറിന് സെൻസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ എനർജി ഡിഫറൻസിൽ വരുന്ന ഡീറ്റെയിൽസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ആസ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ ഇൻക്രീസസ്, ദ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽസ് ആൻഡ് പ്രിസിഷൻ അവൈലബിൾ വിൽ ആൾസോ ഇൻക്രീസ്. ഹവർ ഇൻക്രീസ്ഡ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ മേ ഇൻക്രീസ് ദ ഡാറ്റ സ്റ്റോറേജ് റിക്വയർമെൻറ്റ്. റെസൊല്യൂഷൻ കൂടുമ്പം എന്ത് ചെയ്യും, ഡാറ്റ കൂടും. അപ്പോൾ ഡാറ്റ സ്റ്റോറേജ് റിക്വയർമെൻറ്റ് റെസൊല്യൂഷൻ കൂടുന്തോറും എന്ത് വരും, നമുക്ക് ആവശ്യകത സ്റ്റോറേജ് റിക്വയർമെൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. In an image, energy received is recorded and represented using digital number. Digital number in an image may vary from 0 to maximum value depending upon the
number of gray levels that the system can identify. That is the radiometric resolution. ഇനി നെക്സ്റ്റ് ടെമ്പറൽ റെസൊല്യൂഷൻ ആണ്. ടെമ്പറൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീവിസിറ്റ് ടൈം ആണ്. ദാറ്റ് ഈസ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് ഇമേജ് അക്വിസിഷൻ ഓവർ സെയിം ഡാറ്റ. ഒരു സെയിം സ്പേസിൽ ഒരു സെയിം ഏരിയയിൽ അതിനെ റീവിസിറ്റ് ചെയ്യുന്ന ടൈം ഡിഫറൻസ് ആണെന്ത് ടെമ്പറൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെപ്രസെൻറ്റ് ദി ഫ്രീക്വൻസി വിത്ത് വിച്ച് ദ സാറ്റലൈറ്റ് ക്യാൻ റീവിസിറ്റ് ആൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് അക്വയർ ന്യൂ ഇമേജ് depends upon the instrument's field of vision and the satellite's orbit. The time factor in imaging the important ആവുന്ന കേസസ് ആണ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലീവ്ഡ് ഫിനോമിന, ഫ്ലഡ്, ഓയിൽ സ്ലിക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നീഡ് ടു ബി ഇമേജ്ഡ്. അതിൻ്റെ ഒരു പ്രോഗ്രസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, കറക്റ്റായിട്ട് ആ ഒരു റീവിസിറ്റ് ടൈം നമുക്കറിയണം. Then multi-temporal comparisons are required. That is, example, the spread of forest fire, forest disease from one year to next, sprawl of city over the years. അപ്പോൾ ടൈം ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ഒരു എക്സാമ്പിൾ പറയുന്നത് ഫോറസ്റ്റ് ഡിസീസ് ഒരു കൊല്ലത്തിൽ എത്ര മാറ്റം വരുന്നുണ്ട്, അല്ലെങ്കിൽ സിറ്റീൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു കൊല്ലത്തെ കൊണ്ട് മാറ്റം എന്തൊക്കെ വരുന്നുണ്ട്, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റീവിസിറ്റ് സാറ്റലൈറ്റിൻ്റെ റീവിസിറ്റിലുള്ള ഇമേജസ് വെച്ച് നമുക്ക് നോക്കിയാൽ മതി. ദ ചേഞ്ചിങ് അപ്പിയറൻസ് ഓഫ് ഫീച്ചർ ഓവർ ടൈം ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ഇറ്റ് ഫ്രം നിയർ സിമിലർ ഫീച്ചേഴ്സ്. ഇനി മൾട്ടി സ്പെക്ട്രൽ സ്കാനേഴ്സിനെ കുറിച്ച് നമ്മൾ NPTEL വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അതിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് NPTEL വീഡിയോസിൽ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട മൾട്ടിസ്പെക്ട്രൽ സ്കാനിങ് സാധാരണ സ്കാനേഴ്സിനെ കുറിച്ച് സാധാരണ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ജിയോമാറ്റിക്സിൽ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ അലോങ് ട്രാക്ക് സ്കാനേഴ്സും അക്രോസ് ട്രാക്ക് സ്കാനേഴ്സിനെ കുറിച്ചും അതിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പഠിക്കണം. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. NPTEL വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സാറ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് ടോപ്പിക്ക് ദ അപ്ലിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ്. അപ്ലിക്കേഷൻ വരുന്നത് ടോപ്പോഗ്രഫി ആൻഡ് കാർട്ടോഗ്രഫി, ഇംപ്രൂവിങ് ഡിജിറ്റൽ എലിവേഷൻ മോഡൽസ്, ഫോറസ്റ്റ് മോണിറ്ററിങ്, ഹെൽത്ത് ഓഫ് ക്രോപ്സ്, മാപ്പിംഗ് ഓഫ് സോയിൽസ്. കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ മാപ്പ് മേക്കിംഗ് ആണ്. ഹൈഡ്രോളജിയിൽ വരുന്നത് അസസിങ് ദി വാട്ടർ റിസോഴ്സ് ഫ്രം റെയിൻഫോൾ ആൻഡ് അണ്ടർഗ്രൗണ്ട് അക്വിഫയേഴ്സ്. ഡിസാസ്റ്റർ വാർണിംഗ് ആൻഡ് അസസ്മെൻറ്റ്, മോണിറ്ററിങ് ഓഫ് ഫ്ലഡ്, ലാൻഡ്സ്ലൈഡ്സ്, മോണിറ്ററിങ് ഓഫ് വോൾക്കാനിക് ആക്ടിവിറ്റി, അസസിങ് ഡാമേജ് സോൺ ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. Then planning applications, mapping ecological zones, monitoring deforestation, monitoring urban land use. Then meteorology, study of atmospheric temperature, pressure, water vapor, wind velocity. In oceanography, it helps in measuring sea surface temperature, mapping ocean currents and wave energy spectra, and depth surrounding of coastal and ocean depth. In glaciology, measuring ice cap volume, ice stream, velocity and sea ice distribution. In geology, it helps in identification of rock type, mapping fault and structures. And in geodesy, it helps in measuring the figure of Earth and its gravity field. And in natural resource and management, remote sensing help in monitoring the land use, map wetlands and chart wildlife habitats. Data can be used to minimize the damage that urban growth has on environment and help decide how to best protect the natural resources. In hazard assessment, which helps, that is remote sensing helps in track hurricanes, earthquakes, erosions, flooding,
Data can be used to assess the impact of natural disaster and create preparedness strategies to be used before and after hazardous event. And in coastal application, remote sensing helps in monitoring of shoreline changes, track sediment transport, and map coastal features. Data can be used for the coastal mapping and erosion prevention. And in ocean applications are monitor ocean circulation, current systems, measure ocean temperature, wave heights, sea track ice, and data can be used to better understand the ocean and how to best manage the ocean resources. അപ്പോൾ ഇത്ര കാര്യങ്ങളെ എന്തേ ഉള്ളൂ നമുക്ക് 5th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻസും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ 6th മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് GIS, ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം. അതിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് മുതൽ തുടങ്ങാം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.